ഇപ്പോൾ ശ്രീ ഷാബു പ്രസാദ് നമുക്കൊപ്പം ചേർന്നു. ശ്രീ ഷാബു പ്രസാദ്, എന്തായാലും അതീവ നിർണായകമായ കൂടിക്കാഴ്ചയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ലോകം മുഴുവൻ അങ്ങോട്ട് ഉറ്റുനോക്കുകയാണ്. കൂടിക്കാഴ്ചയിൽ എന്തൊക്കെ സംഭവിക്കും, ഏറ്റവും പ്രധാനമായി ഇന്ത്യ ചൈന ബന്ധം അത് ഊഷ്മളമാകുമോ എന്ന് തന്നെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു ഈ കൂടിക്കാഴ്ച? ഇന്ത്യ ചൈന ബന്ധം ഊഷ്മളമാകേണ്ടതും നല്ല രീതിയിൽ പോകേണ്ടതും സത്യത്തിൽ ഇന്ത്യയുടെയും ചൈനയുടെയും മാത്രമല്ല ലോകത്തിന്റെ തന്നെ ആവശ്യമാണ് എന്നുള്ളതൊരു സുപ്രധാന കാര്യമാണത്. കാര്യം ലോകത്തിലെ ആകെ ജനസംഖ്യയുടെ ഏകദേശം പകുതിയോളം ഈ രണ്ട് അയൽ രാജ്യങ്ങൾ തമ്മിലുണ്ട്. അതുമല്ല, സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ബന്ധമാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ളത്. പക്ഷേ ഈ 20ാം നൂറ്റാണ്ടിൽ അവിടെ ചൈനയിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടവും ഇന്ത്യയും തമ്മിൽ ഉള്ള ബന്ധം വളരെയധികം മോശമായിരുന്നു. യുദ്ധം വരെ എത്തി. ഇന്ത്യയുടെ കുറെ ഭാഗങ്ങൾ അവിടെ നിന്ന് പോവുകയും ചെയ്തു. അന്നു മുതലുള്ള വലിയ ഒരു അവിശ്വാസ്യത ഇന്ത്യയും ചൈനയും തമ്മിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും ഒരു വാസ്തവമാണത്. വളരെ സങ്കീർണമായ പ്രശ്നങ്ങളാണത്. ആ ഒരു അവസ്ഥ മാറാൻ പെട്ടെന്നൊന്നും മാറില്ല. അതിൻ്റെതായ സമയമെടുക്കും. പക്ഷെ ആ സമയം കൊടുത്തുകൊണ്ട് തന്നെ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ നല്ല രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ അതിനുള്ള ശക്തമായ ശ്രമമാണ് ഇപ്പോൾ രണ്ട് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും വളരെ പോസിറ്റീവായ രീതിയിൽ ഉണ്ടാകുന്നത് എന്നുള്ളത് വളരെ ആശാവഹമായ ഒരു കാര്യമാണ്. അത് മാത്രമല്ല, ഈ അടുത്ത കാലത്തൊന്നും സമീപകാലത്തൊന്നും അങ്ങനെ കാര്യമായ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വാക്പോരുകളോ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളോ ഒന്നും ഇന്ത്യയും ചൈനയും തമ്മിൽ ഉണ്ടായിട്ടില്ല. കാര്യം ഈ രണ്ട് രാജ്യങ്ങൾക്കും പരസ്പരം ഒരുപാട് ആവശ്യമാണെന്ന്. ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു വിപണിയാണ്. 140 കോടി ജനങ്ങളുള്ള ഒരു വലിയ വിപണിയാണ്. അത് ചൈനയ്ക്ക് ആവശ്യമാണ്. അതുപോലെ ചൈനയിൽ നിന്നാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ഈ പ്രകൃതി വിഭവങ്ങൾ, പലപ്പോഴും റയർ എർത്ത് മെറ്റൽസ് അങ്ങനത്തെയൊക്കെ എല്ലാം ഏറ്റവും കൂടുതൽ ഇന്ത്യ ആശ്രയിക്കുന്നത് ചൈനയിൽ നിന്നാണ്. അതുപോലെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ഒരു ഫാർമസ്യൂട്ടിക്കൽ ഹബ്ബാണ്. ലോകത്തിന്റെ ഫാർമസി എന്ന് തന്നെ വിശേഷിപ്പിക്കുന്ന രാജ്യമാണ്. അതിന് വേണ്ട, എന്നാൽ ഇവിടെ വേണ്ട ഈ മരുന്ന് കമ്പനികൾക്ക് വേണ്ട അസംസ്കൃത വസ്തുക്കൾ ഏറെയും ഒരുപാട് കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നത് ചൈനയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ പരസ്പരം ഒരു വിദ്വേഷത്തോടു കൂടി പരസ്പരം ആശ്രയിക്കാതെ ഈ രണ്ട് രാജ്യങ്ങൾക്ക് നിലനിൽപ്പിന്റെ പ്രശ്നമാണത്. തീർച്ചയായും ശ്രീ ഷാബു പ്രസാദ്, ഇവിടെ ചൈനയുമായുള്ള ഒരു ബന്ധം ദൃഢമാകുന്നതിനപ്പുറത്തേക്ക് ട്രംപിന്റെ സ്വേച്ഛാധിപത്യത്തിനെതിരെ അമേരിക്കക്കെതിരെ ഒരു പുതിയ ലോകക്രമം ഉയരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാമോ ഈ ഘട്ടത്തിൽ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കാര്യം ഇപ്പൊ ഒരു കാര്യമുണ്ട്, ഒറ്റ കാര്യം മാത്രം നമ്മൾ വെറുതെ നമ്മുടെ ഒരു സാധാരണ ബുദ്ധിയിൽ നിന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യ, റഷ്യ, ചൈന ഈ മൂന്നും പരസ്പരം ചേർന്ന് കിടക്കുന്ന അയൽ രാജ്യങ്ങളാണ്. ഈ മൂന്ന് രാജ്യങ്ങൾ തമ്മിൽ ശക്തമായ ഒരു ബന്ധമുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകക്രമം മാറും. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പരസ്പരം 100% വിശ്വാസ്യതയോടുകൂടിയുള്ള ബന്ധങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലോകത്തിന്റെ സ്ഥിതി ഇങ്ങനെ ആയിരിക്കില്ല. അത് യാതൊരു സംശയമില്ലാത്ത കാര്യം. അമേരിക്കയെ സംബന്ധിച്ചുള്ള അവരുടെ ഒരു ശക്തിയും ദൗർബല്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യമാണത്. അവരുടെ അയൽ രാജ്യങ്ങളെന്ന് പറയാനുള്ളത് കാനഡയും മെക്സിക്കോയും മാത്രമാണ്. അത് അവരുടെ വലിയ ശക്തിയാണ്. അവരുടെ സുരക്ഷാ ഭീഷണി കുറവാണ് അങ്ങനെയുള്ള അമേരിക്കയെ സംബന്ധിച്ചോളം. പക്ഷേ ഈ മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള കയറ്റുമതി, ബന്ധങ്ങൾ മെച്ചപ്പെടുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾക്കും അതൊരു വലിയ തടസ്സവുമാണ്. എന്നാൽ ഈ അയൽ രാജ്യങ്ങൾ തമ്മിൽ ശക്തമായ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ നാച്ചുറൽ റിസോഴ്സസ് ഉള്ള 3 രാജ്യങ്ങളാണിത്. ലോകത്തിലെ ടോട്ടൽ നാച്ചുറൽ റിസോഴ്സസിന്റെ ഏതാണ്ട് 70-80% ഈ 3 രാജ്യങ്ങളിലായിട്ടാണ് കിടക്കുന്നത്. ആലോചിച്ച് നോക്കൂ. അപ്പൊ അവർ തമ്മിൽ ശക്തമായ ഒരു കൂട്ടായ്മയും ശക്തമായ ഒരു സൗഹൃദവും ബന്ധവും ഉണ്ടായി കഴിഞ്ഞാൽ ലോകത്തിനെ നിയന്ത്രിക്കാൻ കഴിയും. ഒരു സംശയമില്ലാത്ത കാര്യമാണത്. ആ നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എങ്കിൽ അതിന് നമ്മൾ ഒരു പരിധി വരെ നന്ദി പറയേണ്ടത് ട്രംപിനോട് തന്നെയായിരിക്കും. അയാൾ ഈ സമയത്ത് ഇങ്ങനത്തെ വിഡ്ഢിത്തങ്ങൾ കടന്ന് കാണിച്ചു കൂട്ടിയില്ലായിരുന്നു എങ്കിൽ ഒരു പക്ഷേ അതൊരു കാറ്റലിസ്റ്റ് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ശക്തമായി തന്നെ നല്ല രീതിയിൽ തന്നെ നടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു ചരിത്ര കൂടിക്കാഴ്ച ട്രംപിനൊരു മറുപടിയാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ ശ്രീ ഷാബു പ്രസാദ്? ഒപ്പം എന്റെ ചോദ്യം, ഒരു വമ്പൻ പ്രഖ്യാപനങ്ങൾക്ക് ഇന്ന് സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്നുണ്ടോ താങ്കൾ? ഇല്ല, അങ്ങനെ വമ്പൻ പ്രഖ്യാപനങ്ങൾ ആ ലെവലിലേക്കൊന്നും ആയിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 6 വർഷത്തിന് ശേഷമാണ്
മോദി ഇപ്പൊ ചൈനയിലേക്ക് പോകുന്നത്. ഇതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കോവിഡ് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് വിശ്വാസ്യതയുടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള അവിശ്വാസമൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു മേജർ ഭീകരമായ ഒരു വലിയ ബ്രേക്ക് ത്രൂ ആയിട്ടുള്ള പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ അതിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണത്. കാര്യം ഈ അവിശ്വാസം എന്ന് പറഞ്ഞാൽ വൺസ് ഇറ്റ് ലോസ്റ്റ്, അതായത് ട്രസ്റ്റ് അത് റീബിൽഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഒരുപാട് സമയമെടുക്കുന്ന കാര്യമാണത്. ഈ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഒരു പ്രഖ്യാപനങ്ങൾക്ക് സാധ്യത കാണുന്നു അല്ലേ? ദീർഘകാലാടിസ്ഥാനങ്ങളിലേക്ക് ചർച്ച തുടരും. ഇനിയും വരും. ചിലപ്പോൾ ഇനി ഷീ ജിൻപിങ് അവിടുന്ന് ചൈനയിൽ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് വരും, ഇവിടുന്ന് അങ്ങോട്ട് പോകും. അങ്ങനെ കുറെ നീണ്ടു നിൽക്കുന്ന ഡെലിബറേഷൻസിന്റെ ഒരു വലിയ തുടക്കമാണത്. അതിന് അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ട്രംപിനുള്ള മറുപടി എന്നുള്ള ഒരു ഷോർട്ട് ടൈം ഇതൊന്നുമല്ല, ഒബ്ജക്റ്റീവ് അല്ല, വളരെ ലോങ് ടൈം ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ഒക്കെയാണ് ഇതിന്റെ അകത്തുള്ളത്. അല്ലാതെ ട്രംപ് അങ്ങനെ പറഞ്ഞു എന്നാ ഞങ്ങൾ ചൈന അങ്ങനെയുള്ളൊരു ഇതൊന്നും അല്ല. ഇത് രണ്ട് വലിയ മഹാരാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധമല്ലേ. അതിനെ നമ്മൾ ആ ലെവലിൽ തന്നെ കാണണം. തീർച്ചയായും. വളരെ നന്ദി ശ്രീ ഷാബു പ്രസാദ് ഞങ്ങളോട് പ്രതികരിച്ചതിന്.